ഓട്സിൻ്റെ കാലമാണല്ലേ ഇത്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓട്സാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവസാനത്തെ വാക്ക്. അപ്പോൾ നമ്മൾ ഓട്സിലേക്ക് മാത്രം നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് ഇവിടെ അവൈലബിൾ ആണ്. അതിലൊന്നാണ് പുട്ട്. അപ്പോൾ പുട്ട് എന്ന് പറയുമ്പോൾ പുട്ടിൻ്റെ മെത്തേഡ് ഓഫ് കുക്കിംഗ് സ്റ്റീമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലുള്ള ഓയിൽ കണ്ടൻറ്റും അതിൽ വരുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതിന് കൂടെ എടുക്കുന്ന കോമ്പിനേഷൻസ് നമ്മൾ പുട്ടും പഴമൊന്നും എടുക്കാണ്ട് കൂടെ പുട്ടും പൾസസ് എടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ബോണസ് പോയിന്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ റൈസിൻ്റെ പുട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മിസ്സിംഗ് ആണ്. അത് പൾസസിൽ പ്രസൻ്റ് ആണ്. പൾസസിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് റൈസിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ന്യൂട്രിയൻ വാല്യൂ ആ ഫുഡിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് കോംബോ എന്ന് പറയാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ദിപ്പതേ ചിരിക്കും. അതെന്താണെന്നറിയോ, എൻ്റെ വീട്ടുകാർ എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. എപ്പോൾ നോക്കിയാൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ ഞാൻ പുട്ട് എന്ന് പറയും